ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. ബിരിയാണി എന്ന് പറയാവുന്നറിയില്ല, എന്തായാലും ഒരു പുലാവിൻ്റെയും ബിരിയാണിയുടെ ഇടയ്ക്കൊക്കെ വരുന്ന ഒരു സ്റ്റൈലുള്ള ഒരു റൈസാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്ക് 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ്. ആദ്യമായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത് കുക്കർ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുക്കർ അല്ലാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് റൈസിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുക്കുക. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ്, അതായത് കുറച്ച് പെരിഞ്ജീരകം, 1 പീസ് പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു, പിന്നെ ഒരു ബേ ലീഫ്, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്നങ്ങ് മൂത്ത് വരട്ടെ. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു മീഡിയം സൈസ് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് 1 മാസമൊക്കെ ഇതുപോലെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയും. ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടില്ല. നല്ല ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ അന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇത് നമ്മൾ വെജിറ്റബിൾ വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലുപ്പം വേണ്ട, ഈ ഒരു സൈസിലാണ് നല്ലത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് വേണ്ട. നമുക്കിപ്പോൾ ഒരു 2 കപ്പ് റൈസ് ആണെങ്കിൽ 1.5 കപ്പോളം വെജിറ്റബിൾസ് മതിയാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് ഫ്രഷ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ബീൻസ് ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയൊരു പീസും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. ഒരുപാട് മസാലപ്പൊടികളൊന്നും വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാഗി ക്യൂബ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ 2 പാക്കറ്റായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അതിൽ ഞാൻ 1 ക്യൂബാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിക്കുള്ള റൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 ക്യൂബ് മതിയാകും. അപ്പോൾ ഇത് നമുക്കിതുപോലെ ഇങ്ങനെ പൊളിച്ചിട്ട് ജസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 2 കപ്പ് അരി. അപ്പോൾ അരി നിങ്ങൾ സാധാരണ ഗീ റൈസൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അരി എടുക്കാം, അല്ലെങ്കിൽ ബസ്മതി റൈസ് താല്പര്യമാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഡ്രൈഡ് ലെമൺ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ലെമൺ ജ്യൂസ്, ഒരു 1/2 മുറി നാരങ്ങയുടെ ലെമൺ ജ്യൂസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് അരി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ റൈസും നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഗീ റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യാറ് അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ചില ബസ്മതി റൈസൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ അതുപോലെ തന്നെ ചെയ്യാം. ഇനി ഇതിലുള്ള ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നിലായിട്ട് നിൽക്കണം, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇനി ഇതൊരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്നു, എയറൊക്കെ പോയിട്ടുണ്ട്.
നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ കാണാം. ഒരു ജസ്റ്റ് ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് റൈസ് കുക്ക് ചെയ്യുമ്പോൾ ചെറിയ കുക്കർ എടുത്ത് ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല, ഒരു കുഴഞ്ഞ പോലെയാണ് കിട്ടുക. അതുകൊണ്ട് അത്യാവശ്യം വലുപ്പമുള്ള കുക്കറിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ അങ്ങ് വെക്കുക. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് വേവായിട്ട് വരും. ഇത് നമുക്ക് അച്ചാറൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തൈര് കൊണ്ടുള്ള റൈത്തയൊക്കെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടായിരിക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് കരുതുന്നത്. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പിയെ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് താഴെ ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ കഴിയും. താങ്ക്